പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാലോം ചാനലിൽ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായി 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷകൾ നടക്കുകയാണ്. ഇന്ന് ജൂലൈ 18 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനം ആലപിച്ച് കർത്താവിൻ്റെ മാലാഖ ജപം ചൊല്ലി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കന്യാമേരി മാതാവേ, നിർമ്മല കന്യകയേ, സ്വർലോകത്തിൻ്റെ ആജ്ഞയാൽ വാഴും എന്നമ്മേ. കന്യാമേരി മാതാവേ, നിർമ്മല കന്യകയേ, സ്വർലോകത്തിൻ്റെ ആജ്ഞയാൽ വാഴും എന്നമ്മേ. വാഴ്ക വാഴ്ക മേരി മാതേ, വാഴ്ക വാഴ്ക മേരി മാതേ, വാഴ്ക വാഴ്ക മേരി മാതേ, വാഴ്ക വാഴ്ക മേരി മാതേ. വാഴ്ത്തിപ്പാടും ഭാഗ്യവതി നീയേ, തിരുവചനത്തിൻ ദാസിയ അമ്മേ മാതാവേ. തലമുറകൾ വാഴ്ത്തിപ്പാടും ഭാഗ്യവതി നീയേ, തിരുവചനത്തിൻ ദാസിയ അമ്മേ മാതാവേ. കൃപയുടെ നിറവേ കന്യകയെ മേരി മാതാവേ, ദൈവകുമാരന് ജന്മം നൽകിയ അമ്മേ മാതാവേ. കൃപയുടെ നിറവേ കന്യകയെ മേരി മാതാവേ, ദൈവകുമാരനു ജന്മം നൽകിയ അമ്മേ മാതാവേ. വാഴ്ക വാഴ്ക മേരി മാതേ, വാഴ്ക വാഴ്ക മേരി മാതേ, വാഴ്ക വാഴ്ക മേരി മാതേ, വാഴ്ക വാഴ്ക മേരി മാതേ, മാതേ മാതേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്തോ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും അഭിവാദനം ചെയ്യുകയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹ സമ്മാനമാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായി 33 ദിവസം പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ചപേക്ഷിക്കാനെല്ലാം നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ മാത്രമല്ല, ഇപ്പം നിങ്ങളിവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം 10,000 ദൈവമക്കൾ ദൈവസന്നിധിയിൽ കർത്താവിന് മുമ്പിൽ ഇരിക്കുകയാണ്. കർത്താവിനെ ആരാധിക്കാനും കർത്താവിന് വേണ്ടി ഹൃദയം ഒരുക്കാനും വേണ്ടി തയ്യാറെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ചപേക്ഷിച്ച് തൻ്റെ ആത്മാവിനെ കറകൊല്ലം കഴുകി വെട്ടിപ്പാക്കി കർത്താവിന് യോഗ്യമായത് ഒരുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ ഒരു വലിയ യത്നത്തിൽ പങ്കാളികളാകാൻ നമ്മളെല്ലാവരും വിളിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. നിങ്ങളെല്ലാവരും ഈശോയുടെ നാമത്തെ അഭിവാദനം ചെയ്യുകയാണ്. ഷാലോം ചാനലിലെടുത്ത ഈ ഒരു നേതൃത്വത്തിനെ ഓർത്ത് ഷാലോം ചാനലിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് 5-ാമത്തെ ദിവസം, ജൂലൈ മാസം 18-ാം തീയതി. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാന വിഷയം ലോക ബഹുമാനത്തെ കയ്പായി കരുതുക. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദൈവത്തിന് സ്വന്തമാകാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവാണോ, ഈശോയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവാണോ, നമ്മുടെ ജീവിതത്തിൽ ലോക ബഹുമാനങ്ങളെ കയ്പായി കരുതി അപമാനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു മാനസിക തുറവി ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ആദ്യമായി വെളിപ്പെടുത്തി തന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ തന്നെയാണ്. ഈശോ മിശിഹ മഹത്വപൂർണനായി പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകാൻ വേണ്ടി വിളിക്കപ്പെട്ട ഈശോ മിശിഹ, തേജോപൂർണനായി പിതാവിനോടൊപ്പം വാഴാൻ വിളിക്കപ്പെട്ട, സകലത്തിൻ്റെ മേലും അധിപതിയാകാൻ വിളിക്കപ്പെട്ട ഈശോ മിശിഹ എങ്ങനെയാണ് ഭൂമിയിൽ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തന്നെ പിതാവിൻ്റെ മുമ്പിൽ യോഗ്യനാക്കി മാറ്റിയത്? വിശുദ്ധ അൽഫോൻസ് ലിഗോരി അതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചമ്മട്ടിയടികളേറ്റ ശേഷം, മുൾക്കിരീടം തലയിൽ ഉറപ്പിക്കപ്പെട്ട ശേഷം, മുഖത്ത് തുപ്പലേറ്റ ശേഷം, കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട ശേഷം, എല്ലാ അപകീർത്തികളാലും മൂടപ്പെട്ട ശേഷം, പരിണമിക്കപ്പെട്ട ശേഷം, അവിടുന്ന് എല്ലാം മറന്ന് തന്നെ അപമാനിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അവിടുന്ന് എല്ലാം മറന്ന് തന്നെ അപമാനിച്ചവർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ മുമ്പിൽ ചപ്പും ചവറും പോലെയും ഉച്ഛിഷ്ടം പോലെയും ആയിത്തീർന്ന് നമുക്ക് മുമ്പേ ഒരു മാതൃകയായി നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിൽക്കുകയാണ്. ലോക ബഹുമാനങ്ങളെ ഒരിക്കലും ഈശോ കാര്യമായി കണക്കാക്കിയിട്ടില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുലിഖിതം, പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നമ്മുടെ ഒരു മെയിൻ ഡിഫക്റ്റാണ് പരസ്പരം മഹത്വപ്പെടുത്തുക, പരസ്പരം മഹത്വം അന്വേഷിക്കുക. മറ്റുള്ളവരെന്നെ പുകഴ്ത്തണം, മറ്റുള്ളവരെന്നെ ബഹുമാനിക്കണം, മറ്റുള്ളവരെന്നെ ആദരിക്കണം. ഇത് ഒരു ട്രെൻഡായിട്ട്, ഒരു ചിന്തയായിട്ട് മനസ്സിലുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആളല്ല. പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത ഈ ദിവസങ്ങളിലെ ആത്മശോധനയിൽ നന്നായിട്ട് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഘടന? എന്താണ് നമ്മുടെ മനസ്സിൻ്റെ മൂല്യം? എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവിതത്തെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുക്രിസ്തുവിനോടുള്ള മഹത്വത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ എല്ലാ ബഹുമാനങ്ങളും വേണം, ഒപ്പം യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള മഹത്വം വേണം. ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദാത്തെ എക്സുൾത്താത്തെ എന്ന ആ ഒരു എക്സോട്ടേഷനിൽ 118 പാരഗ്രാഫിൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഹ്യൂമിലിറ്റി ക്യാൻ ഓൺലി ടേക്ക് റൂട്ട് ഇൻ ദ ഹാർട്ട് ത്രൂ ഹ്യൂമിലിയേഷൻസ്. വിത്തൗട്ട് ഹ്യൂമിലിറ്റി ദർ ഈസ് നോ ഹോളിനെസ്. വിത്തൗട്ട് ഹ്യൂമിലിറ്റി ദർ ഈസ് നോ ഹോളിനെസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ബഹുമാനകാംക്ഷ ലോക തൃഷ്ണ പോലെയുള്ള മറ്റൊരു അടിസ്ഥാന മണ്ഡലമാണ് ബഹുമാനകാംക്ഷ. ലോക ബഹുമാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. ആ ബഹുമാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? അപമാനത്തെ എടുത്ത് മാലയായി അണിയണം. ഒരു പൗരുഷമുള്ളൊരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിനോട് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ ചേർന്ന് പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ലോക ബഹുമാനത്തെ ചവിട്ടിമതിക്കുക, ലോക ബഹുമാനത്തെ പിച്ചു ചീന്തുക, അപമാനം എടുത്ത് മാലയായി ധരിക്കുക, അപമാനം എടുത്ത് പട്ടുടയാടയായി അണിയുക. ഇതിനെക്കുറിച്ച് നമ്മളിന്ന് കുറച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളനുണ്ടല്ലോ, ഈ അസീസി പുണ്യവാളൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയാണ്, നിരവധി പ്രാർത്ഥനകൾ ഉരുവിടുന്നതിൽ അല്ലെങ്കിൽ കുറേ ഭൗതികമായ ഇന്ദ്രിയ നിഗ്രഹങ്ങളിൽ മുഴുകുന്നത്, അങ്ങനെ ധാരാളം പേര് തൃപ്തരായിരിക്കുകയാണ്. ഇന്ദ്രിയ നിഗ്രഹങ്ങളൊക്കെ, ഹൃദയപരിച്ഛേദനമൊക്കെ, തന്നെ വെറുത്തുമൊക്കെ എല്ലാം ശരി. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലി 4 കൊന്ത, അല്ലെങ്കിൽ ചിലർ 21 കൊന്ത, അതുപോലെ തന്നെ 2 കുരിശിൻ്റെ വഴി, ഇങ്ങനെ ഒരുപാട് നിരവധി പ്രാർത്ഥനകൾ ഉരുവിടുന്നതിലും അതുപോലെ ഒരുപാട് ഭൗതികമായ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ, ആശയടക്കങ്ങളൊക്കെ ചെയ്ത് ധാരാളം പേര് തൃപ്തരായി ആത്മീയരാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അവരുടെ നേരെയുള്ള നിന്ദ്യമായൊരു വാക്ക് അവർക്ക് സഹിക്കാനാവുന്നില്ല. വിശുദ്ധൻ തുടർന്ന് പറയുന്നു, അവഹേളനം സഹിക്കുന്നതിൽ നിന്നുള്ള, അപമാനം സഹിക്കുന്നതിനുള്ള പ്രയോജനം മനസ്സിലാക്കാതെയാണത്. അവഹേളനം സഹിക്കുന്നതിൽ നിന്നുള്ള പ്രയോജനമുണ്ട്, അപമാനം സഹിക്കുമ്പോൾ അതിനൊരു പ്രയോജനം, ആ പ്രയോജനം മനസ്സിലാക്കാത്തവരാണ് അപമാനം വരുമ്പോൾ വിഷമിക്കുന്നത്. അപ്പവും വെള്ളവും ഭക്ഷിച്ച് ഉപവസിക്കുന്നതിനേക്കാൾ ധാരാളമായി ഒരു അധിക്ഷേപം സമാധാനത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ ആ ആത്മാവ് നേടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് ബാക്കി ദിവസം സമയം മുഴുവനും ശരിക്കും വയറെല്ലാം ഉണങ്ങി ഒട്ടി അതുപോലെ ഫാസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും റിയൽ ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ നമുക്കും ലോകത്തിനും സ്വർഗത്തിൽ നിന്ന് കൃപകൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ തോതിൽ സ്വർഗീയ കൃപകൾ അപമാനം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി മാലയായി അണിഞ്ഞ് നടക്കുന്ന ഒരാത്മാവിന് ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിക്കേ. അവഹേളനം സഹിക്കുന്നതിനുള്ള പ്രയോജനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ അവമാനത്തെ ഇഷ്ടപ്പെടാത്തത്. അപ്പവും വെള്ളം, റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുന്നതിനേക്കാൾ ധാരാളമായി ഒരു അധിക്ഷേപം സമാധാനത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ ഒരാത്മാവ് സ്വർഗത്തിൽ നിന്ന് നേടുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് കൃപകൾ നേടുന്നുണ്ട്. അപമാനത്തെ മാലയായി എടുത്ത് ധരിക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബെർണാർഡ് പുണ്യവാളൻ സഭയിലെ ആദ്യപ്രധാനമായ ഒരു പുണ്യവാളനാണ്. ഒരുപാട് ആത്മീയ ജ്ഞാനം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പുണ്യവാളനാണ് ബെർണാർഡ് പുണ്യവാളൻ. വിശുദ്ധ ബെർണാർഡ് പുണ്യവാളൻ പറയാണ്, നീ ഈശോയുടെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിശുദ്ധനാകാൻ ഒരാത്മാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ 3 തലത്തിലുള്ള 3 ലെവലിലുള്ള പുരോഗതികളിൽ ആ ആത്മാവ് മുഴുകാൻ കടപ്പെട്ടിരിക്കുകയാണ്. ആ ആത്മാവ് 3 കാര്യങ്ങൾ അഭിലഷിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാവരും നോട്ട് ചെയ്ത് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. മറ്റുള്ളവരുടെ മേൽ ഒരധികാരവും ആഗ്രഹിക്കരുത്. മറ്റുള്ളവരുടെ മേൽ ഒരധികാരവും ആഗ്രഹിക്കരുത്. രണ്ടാമത്തത്, എല്ലാവർക്കും വിധേയപ്പെട്ടിരിക്കാൻ ഇച്ഛിക്കണം, സന്തോഷിക്കണം. എല്ലാവർക്കും എല്ലാവരും പറഞ്ഞ് അനുസരിക്കാൻ, വിധേയപ്പെട്ടിരിക്കാനും അനുസരിക്കാനും സന്തോഷത്തോടെ തീരുമാനം എടുക്കണം. മൂന്നാമതായി, ആക്ഷേപങ്ങൾ, അപമാനങ്ങൾ, നിന്ദാപമാനങ്ങൾ നിശബ്ദമായി
സ്വീകരിക്കാൻ ആ ആത്മാവ് ഉത്സുകയായിരിക്കണം. ഈ 3 കാര്യങ്ങൾ മക്കളെ നോട്ട് ചെയ്തോ. ഇത് നമ്മുടെ സ്വയം സ്നേഹത്തിൻ്റെ കടയ്ക്ക് കോടാലി വെക്കണ 3 സ്വഭാവങ്ങളാണ്. മറ്റുള്ളവരുടെ മേൽ ഒരധികാരവും വേണ്ടെന്ന് ആഗ്രഹിക്കുക, എല്ലാവർക്കും വിധേയപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുക, മക്കൾ പറയണതും അനുസരിക്കാൻ റെഡി, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരാളെയും പുറത്താക്കണ്ട. ആക്ഷേപങ്ങൾ നിശബ്ദമായി, നിന്ദാപമാനങ്ങൾ സഹിക്കാൻ ഉത്സുകയായ ഒരാത്മാവ്. നല്ല ജ്യൂസ് കുടിക്കണ മാതിരി, അല്ലെങ്കിൽ നമുക്കിഷ്ട പാനീയം പാനം ചെയ്യണ മാതിരി നിന്ദാപമാനങ്ങളെ പാനം ചെയ്യണം. തുടർന്ന് ആ വിശുദ്ധ പറയുകയാണ്, ഉദാഹരണത്തിന് മറ്റുള്ളവർക്ക് നൽകിയത് നിങ്ങൾക്ക് തന്നില്ല എന്ന് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ അത് എല്ലാവർക്കും കൊടുത്തു, നിങ്ങൾക്ക് മാത്രം തന്നില്ല. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ ശ്രദ്ധിക്കപ്പെടുന്നത് നിങ്ങൾ അറിയുന്നു, എന്നാൽ നിങ്ങൾ പറയുന്നത് പരിഹാസത്തോടെ ശ്രവിക്കപ്പെടുന്നത് നിങ്ങൾ അറിയുന്നു. ബേഷായി. മറ്റുള്ളവർ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് ഈ കാര്യം വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ തൊലി പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങും. നിങ്ങൾ പറയുന്നത് പരിഹാസത്തോടെ ശ്രവിക്കപ്പെടുന്നു, പുച്ഛിക്കപ്പെടുന്നു. മറ്റുള്ളവർ പറയുന്നത് ഭയങ്കരമായി ശ്രവിക്കപ്പെടുന്നു, അവരെ ഒത്തിരി പുകഴ്ത്തി പറയുന്നു. മറ്റുള്ളവർ പുകഴ്ത്തപ്പെടും, നിങ്ങൾ ഇകഴ്ത്തപ്പെടും. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവർ ആദരിക്കപ്പെടുന്നു, ഉയർന്ന പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, നിങ്ങളോ ഉപേക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതെന്ന് ഓർക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു വഴിക്ക് പോയതാണ്. കൂടെ പോയ ആളെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവർ ആദരിക്കപ്പെടുന്നു, ഉന്നത പദവികൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, നിങ്ങളോ ഉപേക്ഷിക്കപ്പെട്ടു. എൻ്റെ ദൈവമേ, നിങ്ങൾ ചെയ്യുന്നത് വിമർശിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ചെയ്യുന്നതെല്ലാം ആദരിക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു. ഇവിടെയാണ് ലോകത്തിൻ്റെ ആളുകളും സ്വർഗത്തിൻ്റെ ആളുകളും തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം അറിയാൻ പോണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നു, നമ്മൾ ധ്യാനങ്ങൾ കൂടി ധ്യാനങ്ങൾ ധാരാളം കൂടുന്നു, വചനങ്ങൾ വായിക്കുന്നു, അഭ്യാസങ്ങളെല്ലാം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ? സുവിശേഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നുണ്ടോ? ശരിക്കും സ്വർഗത്തിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും പരിശ്രമം നടത്തുന്നുണ്ടോ? ആത്മശോധന ചെയ്ത് കുമ്പസാരിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവം കൃപ തരും. എളിയവർക്ക് കൃപ കിട്ടും. വിശക്കുന്നവരെ ദൈവം സംതൃപ്തനാക്കും. അഹങ്കാരികളെ വെറും കൈയോടെ പറഞ്ഞയക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് വിശുദ്ധ ദൊറേത്തേവസ് ഈ വിശുദ്ധൻ ഈ കാര്യത്തെക്കുറിച്ച് നല്ലൊരു വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവഹേളനങ്ങളെല്ലാം നീ മനസമാധാനത്തോടെ സ്വീകരിക്കുമെങ്കിൽ നീ സത്യമായി ഈശോയുടെ ആളാണ്, വിനയാന്വിതനാണ്, ജെന്യുവിൻ ഹ്യൂമിലിറ്റി ഉള്ള ഒരാളാണ്. അവരെല്ലാം എന്ന് പറഞ്ഞാൽ അവഹേളിച്ചവരെയും നിന്ദിച്ചവരെയും പുച്ഛിച്ചവരെയും ചവിട്ടിത്താഴ്ത്തിയവരെയും തരം താഴ്ത്തിയവരെയും ഒറ്റപ്പെടുത്തിയവരെയും വേദനിപ്പിച്ചവരെല്ലാം, അവമാനമല്ല പൂമാലയായി തന്നവരെ, അവരെല്ലാം നിൻ്റെ ഉത്തമരായ അഭ്യുദയ കാംക്ഷികളായി കരുതണം. നിന്നെ ദോഷിച്ച സർവ്വരെയും ദൈവത്തിരുമുമ്പിൽ നല്ല സ്നേഹത്തോടെ സമർപ്പിക്കണം. എന്നിട്ട് കാരണം അവരങ്ങനെ സമർപ്പിച്ച് സ്നേഹിക്കാൻ കാരണമുണ്ട്. നിന്റെ ദുഷിച്ചത് മാരകവുമായ മനോവ്യാധികൾക്ക് വഴിവെക്കുന്ന അഹങ്കാരം അവരാണ് സുഖപ്പെടുത്തി തന്നത്. ശരിയാണത്. നമ്മളെത്ര നോക്കിയാലും പോന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിരിക്കുന്ന അട്ടേനെ കോലും കൊണ്ട് തോണ്ടിക്കളയാൻ പറ്റും അഹങ്കാരത്തെ? ആരെങ്കിലും ചവിട്ടി തെച്ച് കഴുകണം. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തവരാണവർ, ദൈവം അനുവദിച്ചവരാണവർ. അവർ അഭ്യുദയകാംക്ഷികളായി കരുതി ദൈവത്തിന് നന്ദി പറയണം. അഭ്യുദയകാംക്ഷികളാണ് അവർ. അടുത്തൊരു വിശുദ്ധനാണ് വിശുദ്ധ റോഡ്രിഗസ്. നല്ല ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറയുകയാണ്, അഹങ്കാരി എന്ന് പറഞ്ഞാൽ വേൾഡ്ലി, ലൗകികൻ, ലോക പ്രകാരം ജീവിക്കുന്നൊരു വ്യക്തി, ഈഗോ നിറഞ്ഞൊരു വ്യക്തി. അദ്ദേഹം പറഞ്ഞ അഹങ്കാരി ശാസന, നീ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നീ ലോകത്തിൻ്റെ ആണെങ്കിൽ അത് നമ്മൾ സ്വഭാവത്തിൽ തിരിച്ചറിയും. ശാസന ഏൽക്കുമ്പോൾ മുള്ളൻ പന്നി അനുകരിക്കുന്നു. സ്പർശിക്കുന്ന നിമിഷത്തിൽ തന്നെ ദേഹമാസകലം മുള്ളുകൾ നിറയുന്നു. അവർ വല്ലാതെ രോഷത്തിലമരുന്നു.
നമ്മളെ ഉപദ്രവിക്കുന്നവരോ ശാസിക്കുന്നവരോ വിവരം അറിയും. മുള്ളമ്പണിയുടെ അടുത്ത് പോയ മാതിരി ഇരിക്കും. പിന്നെ അധികം പേരെ ശാസിക്കാൻ തോന്നിയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ അടുത്ത് നമ്മുടെ സ്വഭാവം നമ്മൾ ഇന്ന് തന്നെ പരിശോധിക്കണം. ഇങ്ങനത്തെ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ നമ്മുടെ രൂപവും ഭാവമൊക്കെ മാറി നമ്മളാകെ വയലൻ്റായി വൈരാഗ്യ പ്രകൃതിയായി മാറുകയാണ്. വൈരാഗ്യം, പ്രതികാരം, പിന്നെ ബന്ധം മുറിച്ച് കോലൊടിച്ചിട്ടു, പിന്നെ ഞാൻ ഇനി മരിച്ചാലും കൊണ്ട് കയറുന്നില്ലെന്ന് പറഞ്ഞു, ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോയി. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ യേശുവിൻ്റെ അല്ല, യേശുവിൻ്റെ ആത്മാവല്ല. യേശുവിൻ്റെ ആത്മാവ് അപമാനങ്ങളെയും തിരുത്തലിനെയും ശാസനയെയും എല്ലാ തരത്തിലും നിന്ദാപമാനങ്ങളെയും ക്ഷമാപൂർവ്വം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് നടന്നെടുക്കുന്ന ആത്മാവാണ്. ദൈവമാണ് ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ നമുക്ക് നിന്ദാപമാനങ്ങൾ ക്രമീകരിച്ച് തരുന്നത്. അതൊരു ശാസനയിലോ അതൊരു രോഗാവസ്ഥയിലോ അത് സാമ്പത്തിക നഷ്ടത്തിലോ ജോലി നഷ്ടത്തിലോ ഒക്കെ ആകാം. കുടുംബത്തിൽ ചില വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴാകാം നമ്മൾ എളിമപ്പെടുത്തപ്പെടുന്നു. ആ എളിമപ്പെടുത്തപ്പെടുന്നിടത്ത് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ അഹങ്കാരം കഴുകുന്ന സമയമാണത്. നമ്മുടെ അഹങ്കാരത്തെ തകർക്കുന്ന സമയമാണത്. വീണ്ടും നമുക്ക് ഉത്തമഗീതത്തിലൊരു വചനം പരിശോധിക്കാം. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: രാജാവ് ശയ്യയിലായിരിക്കെ എൻ്റെ ജടാമാഞ്ചി തൂമണം തൂകി. ഇതിനെക്കുറിച്ച് ഈ ഒരു വചനഭാഗം എടുത്തിട്ട് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ജടാമാഞ്ചി തൂമണം തൂകി. ജടാമാഞ്ചി എന്നത് പരിമളമുള്ള ഒരു ചെറിയ ചെടിയാണ്. അതിനെ ചതയ്ക്കുകയും അതിനെ ഇങ്ങനെ കൂട്ടിക്കെട്ടി ഇങ്ങനെ ഒടിക്കുകയും നുറുക്കുകയും ഇങ്ങനെ പിണച്ച് കെട്ടുകയൊക്കെ ചെയ്യുമ്പം, അതിനെ ചതയ്ക്കുകയും പിണക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അതിൻ്റെ പരിമളം പരത്തുന്നു. ഒരു വിനയാന്യത, ഒരു യേശുവിൻ്റെ ആത്മാവിനെ, ഒരു യേശുവിൻ്റെ ശിഷ്യനെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു, നിന്ദാപമാനങ്ങൾ മൂടുന്നു. അപ്പോൾ കൂടുതൽ കൂടുതൽ വിശുദ്ധി പുറത്തേക്ക് വരുന്നു, കൂടുതൽ കൂടുതൽ ദൈവസ്നേഹം പുറത്തേക്ക് വരുന്നു. ആത്മാവ് സംയമനത്തോടും സമാധാനത്തോടും അവഹേളനങ്ങൾ സഹിക്കുമ്പോൾ മാധുര്യമേറുന്ന പരിമളമായിരിക്കും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്. ഒരു ധൂപകലശത്തിൽ നിന്ന് പരിമളം ഉയരുന്നത് പോലെ ആ ജീവിതത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നന്ദിയും സ്നേഹവും നല്ല വാക്കുകളും ആയിരിക്കും ഉയരുക. ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ, ഞാൻ യഥാർത്ഥ ശിഷ്യനാണോ, അതോ ഞാൻ വേൾഡിലിയാണോ, ലൗകികനാണോ? മക്കളെ, ഇരുന്ന് നമ്മൾ നന്നായി പരിശോധിക്കണം. എന്നിട്ട് നമ്മളെ തന്നെ വിധി എഴുതി നമ്മൾ മരിക്കുന്നപ്പോൾ നമ്മളെ തന്നെ നമ്മൾ വിധി എഴുതിയാൽ നല്ല കുമ്പസാരം നടക്കും. അങ്ങനെ നമ്മളെ തന്നെ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ അഹങ്കാരികളുടെ ഗണത്തിലാണ് പെട്ടിരിക്കുന്നെങ്കിലോ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: നമ്മൾ ദൈവത്തോട് എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരല്ല, നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യനല്ല, ദൈവത്തെ അനുഗമിക്കുന്നവനല്ല. ദൈവത്തോട് മുഷ്ടിയുദ്ധത്തിലാണ് നമ്മൾ. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ദൈവത്തോട് യുദ്ധത്തിലിരിക്കുന്നവരാണ് നമ്മൾ. എളിമയുള്ളവർക്ക് കൃപ കിട്ടുന്നു. കൃപ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മൾ. കൃപ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ വേണ്ടി ദൈവം നമ്മൾ വിളിക്കുകയാണ്. ദൈവം കൃപ തരാൻ ആഗ്രഹിച്ചാലും നമ്മുടെ ഈ അഹങ്കാരത്തിൻ്റെ ഈ പുറന്തോട് ദൈവം തരുന്ന കൃപകളെല്ലാം ഒരു പാറയിൽ തട്ടിത്തെറിച്ചു പോകുന്നത് പോലെ നമ്മുടെ മേലൊഴുക്കുന്ന കൃപകൾ ആർക്കും ഉപകാരപ്പെടാതെ തെറിച്ചു പോവുകയാണ്. വിശുദ്ധ അംബ്രോസ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗം, ഒരു ഉൾക്കാഴ്ചയുണ്ട്. വിശുദ്ധ അംബ്രോസ് പറയാണ്, മോശപ്രവാചകൻ്റെ ആ ഒരു കാര്യം എടുത്തിട്ടാണ് പറഞ്ഞത്. ജനങ്ങൾ മോശപ്രവാചകനെ, യഹൂദന്മാർ, ഒരുപാട് ഹെബ്രായർ വളരെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അവഹേളനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നടന്ന കയ്പ് നിറഞ്ഞ തീയിൽ കൂടെ നടന്ന ആ ഒരു വേദനയുടെയും അവഹേളനത്തിൻ്റെയും നിന്ദാപമാനത്തിൻ്റെയും കാലത്ത് അദ്ദേഹം സഹിച്ച ആ ക്ഷമയെ, അദ്ദേഹത്തിലൂടെ നിന്ന് വെളിപ്പെട്ട ക്ഷമയെ കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്നത്, മോശ ഭൂമുഖത്തുള്ള എല്ലാവരിലും വെച്ച് സൗമ്യനായിരുന്നു. അദ്ദേഹം എത്ര നിന്ദാപമാനങ്ങൾ വന്നാലും ദൈവമേ എന്ന് പറഞ്ഞ് കരയുക ജനങ്ങൾക്ക് വേണ്ടി. എത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ നിന്ദാപമാനം കൊണ്ട് മൂടി. ജനങ്ങളോട് വെറുപ്പോ വൈരാഗ്യം ഇല്ലാത്തവർ. ഞങ്ങൾ നിന്ദാപമാനങ്ങൾക്ക് മാലയായി ധരിച്ച് ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും
വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്. ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യസ് ലയോളയല്ല, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹത്തെ റോമിൽ നിന്നുള്ള പട്ടാളക്കാർ, കിരാതന്മാരായ എത്രമാത്രം നന്നായിട്ട് പെരുമാറുന്നുവോ അത്രമാത്രം ക്രുദ്ധരാകുന്ന 10 പുള്ളിപ്പുലികളുടെ നടുവിലാണ് ഞാൻ റോമിലേക്ക് പോകുന്നത് എന്ന് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സൂചിപ്പിക്കുകയാണ്. അത്രയും ക്രൂരത ആ പട്ടാളക്കാരിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ചു അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്കുള്ള തടവ് കാരണമുള്ള യാത്രയിടയിൽ. അദ്ദേഹം പറയാണ്, രക്തസാക്ഷിയുടെ മകുടം ധരിക്കാൻ വേണ്ടി റോമിലേക്കുള്ള യാത്രാമധ്യേ രക്തസാക്ഷിയായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് താൻ ഭടന്മാരാൽ എത്ര ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നെന്ന് കണ്ടിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ ദാസനാകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ ദാസനായി തുടങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആ മനോഭാവം അദ്ദേഹത്തിന് കിട്ടി. പീഡാസഹനം വേണം, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിയണം. നമുക്ക് നിന്ദാപമാനങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഞാൻ യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്ന ഒരു ഇടമായിട്ടാണോ നമുക്കത് തോന്നുന്നത്? വി ആർ പ്യുവർലി വേൾഡ്ലി മാൻ, വേൾഡ്ലി ക്രിസ്ത്യൻസ്. നമ്മൾ ആത്മശോധന ചെയ്യണം. നല്ല ഒരു കൃപ പ്രാപിച്ച് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകാൻ വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ വിളിക്കുകയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് മേരി മാഗ്ദൽ എന്നൊരു വിശുദ്ധയ്ക്ക് ഒരു സ്വർഗീയമായ പാതയെക്കുറിച്ച് റെവലേഷൻ കൊടുത്തു. വിശുദ്ധ മേരി മാഗ്ദൽ ഡി പാസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? സ്വയം നിന്ദനത്തിലേക്ക് നയിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തുടർച്ചയായ ഒരു സന്തോഷം ഉളവാകുന്ന ഒരു മനസ്ഥിതി രൂപപ്പെടുത്തിയെടുക്കണം. സ്വർഗത്തിലേക്ക് അത് നയിക്കും. സ്വയം നിന്ദനത്തിലേക്ക് നയിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മനസ്തുറവി, ഒരു സന്തോഷം, അതിനെ സ്വീകരിച്ച് അത് നല്ല ഇഷ്ടഭോജനമായിട്ട് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിക്കുന്നൊരു മനസ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഈശോസഭ സ്ഥാപിച്ച ഇഗ്നേഷ്യസ് ലയോള ഒരുപാട് ആളുകൾക്ക് ആത്മീയ ശിക്ഷണം കൊടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഉന്നതമായ ഒരു പ്രബോധനമാണ് നിന്ദനം ഇഷ്ടഭോജ്യമായി അതിനെ സ്വീകരിക്കുക. സ്വർഗത്തിലേക്കുള്ള നടപ്പ്, ഉറപ്പായ നടപ്പാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്തത സഹചാരിയായിരുന്ന ഈ ശിഷ്യനായിരുന്ന ബ്രദർ ജൂനിപ്പർ ഉണ്ട്. ബ്രദർ ജൂനിപ്പർ ഒരവസരത്തിൽ അദ്ദേഹത്തിന് വളരെ ഭയങ്കരമായ അവഹേളനം അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സഭാംഗമായ ബ്രദർ ജൂനിപ്പർ അവഹേളനപാത്രമായ ഒരു അവസരത്തിൽ അദ്ദേഹം ഒത്തിരി ഇൻസൾട്ട് ചെയ്യപ്പെട്ടു, ഹ്യൂമിലിയേഷൻസിലൂടെ കടന്നുപോയി. അങ്ങനെ അവഹേളനപാത്രമായ ഒരു അവസരത്തിൽ തൻ്റെ മേൽ ഉണ്ടായിരുന്ന വസ്ത്രം തുറന്നു വെച്ച് അമൂല്യങ്ങളായ രത്നങ്ങൾ ശേഖരിക്കുന്നത് പോലെ നിന്ന് കൊടുത്തു. അതായത് വലിയ വലിയ രത്നങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു തരുമ്പം അതെല്ലാം വാരി വാരി തുണിക്കകത്തേക്ക് വെക്കണ മാതിരി ഈ ബ്രദർ ജൂനിപ്പർ ഇതെല്ലാം നിന്നിങ്ങനെ സന്തോഷമായിട്ട് എല്ലാം ശേഖരിക്കുന്ന ആ ഒരു മനോഭാവത്തോടെ ഈ തുണി തുറന്ന് പിടിച്ച് അതെല്ലാം ഇങ്ങനെ സ്വീകരിക്കുന്ന ആ അനുഭവത്തിൽ കുറേ നേരം അവിടെ നിന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒന്നുകൂടെ വായിച്ചു. അത് വിശുദ്ധ അൽഫോൻസ് ലിഗോരി നന്നായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സഭാംഗമായ ബ്രദർ ജൂനിപ്പർ അവഹേളനപാത്രമായ അവസരത്തിൽ തൻ്റെ വസ്ത്രം തുറന്നു വെച്ച് അമൂല്യമായ രത്നങ്ങൾ ശേഖരിക്കുന്നത് പോലെ നിന്ന് അതെല്ലാം സ്വീകരിച്ചു. ദൈവത്തെ സ്തുതിച്ചു. അവഹേളനങ്ങൾ, നിന്ദാപമാനം, ലോക ബഹുമാനം അവരുടെ മുമ്പിൽ എന്താ? ലോക ബഹുമാനം ഒട്ടും ആകർഷകമല്ലാത്ത പഴന്തുണി പോലെ അവിടെ കിടന്നു. പഴന്തുണി പോലെ അവിടെ നിന്ദാപമാനങ്ങൾ അവർ സ്വമനസ വാരിപ്പുണർന്നു. പൂമാല പോലെ വിജയ ശ്രീലാളിതരായി സ്റ്റേജിലേക്ക് അനയിക്കപ്പെടുന്ന സമയത്ത് അണിയിക്കപ്പെടുന്ന വിജയമാല്യം പോലെ, പൂമാല പോലെ എടുത്ത് ധരിച്ച് അവർ സ്വർഗത്തിലേക്ക് നടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതത്തിലൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഒരു കുരിശ് അവിടുത്തെ തോളിലും ഒരു മുൾക്കിരീടം അവിടുത്തെ തലയിലും പേറി
രക്തമൊലിക്കുന്ന അവസ്ഥയിൽ ഒരിക്കൽ ദിവ്യരക്ഷകൻ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന് ദർശനം നൽകി. അപ്പോൾ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോട് ഈശോ ചോദിച്ചു, ജോൺ ജോൺ, എന്നിൽ നിന്നും നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നീ എന്തെങ്കിലും ഒരു വരം ചോദിച്ചോളൂ, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? ജോൺ ജോൺ, വാട്ട് ഷാൾ ഐ ഡു ഫോർ യു? എന്നിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദിക്കുക ജോൺ. ഉടനെ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, ഒരു വലിയ മഹാജ്ഞാനി, അദ്ദേഹം ഈശോയോട് എന്താ ചോദിച്ചത്? എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, അങ്ങേക്കായി സഹിക്കാനും ഉപേക്ഷിക്കപ്പെടാനും എന്നെ അനുഗ്രഹിച്ചാലും. ഈ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നൊരു ജീവിതം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടാനും സഹനം കൊണ്ട് നിറഞ്ഞൊരു ജീവിതം എനിക്ക് തന്നാലും അദ്ദേഹം വളരെ ആവേശത്തോടെ ചോദിക്കുകയാണ്. നമ്മളോടങ്ങാനാണ് ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തെല്ലാം എത്ര വലിയ ലിസ്റ്റ് കാണും. ഓരോ പള്ളിയിലും ചിലപ്പോൾ 3 കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോഴും കേവലം ലൗകികർ തന്നെ. നിങ്ങൾ വെറും ലൗകികരും സാധാരണക്കാരുമല്ലേ? നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നത് എങ്ങനെ? എന്തുകൊണ്ട്? നിങ്ങൾ ഇപ്പോഴും വെറും ലൗകികരും സാധാരണക്കാരുമല്ലേ എന്ന ദൈവവചന ഭാഗം നിങ്ങൾ ഓർമ്മിക്കണം. ഇത്രമാത്രം പ്രായമായി, ഇത്രമാത്രം വചനം കേട്ട്, ഇത്രമാത്രം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി അവിടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഒരു ഭാഗം വായിച്ചത്. നമ്മുടെ ഹംഗറിയിലെ സിസ്റ്റർ നതാലിയ, ഈശോ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സിസ്റ്ററായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്നു. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഈശോ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ നിന്ദാപമാനത്തെക്കുറിച്ച്, മാനഹാനിയെക്കുറിച്ച്, സ്വയം സ്നേഹത്തെക്കുറിച്ചെല്ലാം ഈശോയുടെ മനസ്സ് തുറന്നു. ഈശോ പറയുകയാണ്, അഹങ്കാരത്തെയും സ്വയം സ്നേഹത്തെയും കടിഞ്ഞാണിടാൻ ആത്മാവിന് മാനഹാനിയേക്കാളും ഉപയോഗപ്രദമായി ഒന്നുമില്ല. ഓർക്കൂ, ഞാൻ വിനയാന്വിതനായിരുന്നു. അതിനെക്കുറിച്ച് ധ്യാനിക്കുക. എനിക്ക് എളിമയുടെ രൂപത്തിൽ ആത്മാക്കളിൽ വസിക്കണം. അഹങ്കാരം നിറഞ്ഞൊരാത്മാവിനോട് ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. അവിടെ ദൈവം വസിക്കുകയല്ല ചെയ്യണത്, അവിടെ ദൈവം തകർക്കുകയാണ് ചെയ്യുന്നത്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുന്ന, അഹങ്കാരികളെ എതിർക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഇതൊക്കെയായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ പറയുകയാണ്, അഹങ്കാരത്തെയും സ്വയം സ്നേഹത്തെയും കടിഞ്ഞാണിടാൻ ആത്മാവിന് മാനഹാനി. ഇതാ നമ്മുടെ ആന്തരിക മണ്ഡലത്തെ കഴുകാൻ ഒരു പുതിയ സോപ്പ്, മാനഹാനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതങ്ങോട്ട് ഇട്ട് കുളിച്ചാൽ ബെസ്റ്റ്. ആത്മാവിൽ പറ്റിപ്പിടിച്ചിരുന്ന അഹങ്കാരത്തിൻ്റെ കറ ഏത് ക്ഷാരം ഉപയോഗിച്ച് കഴുകിയാൽ, മറ്റേത് വസ്തു ഉപയോഗിച്ച് കഴിയാലും കറ നീങ്ങാത്ത കീല് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെ കറ കഴുകാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പുതിയ സോപ്പാണ് മാനഹാനി. അഹങ്കാരത്തെയും സ്വയം സ്നേഹം നമ്മൾ ഇന്നലെ പറഞ്ഞത് സെൽഫ് ലവ്, തന്നെ വെറുക്കാൻ പലർക്കും പറ്റുന്നില്ല. ഈ മാനഹാനിയിലൂടെ 2 റൗണ്ട് അങ്ങോട്ട് ചാല് നടന്നാൽ കർത്താവ് നമുക്ക് അതിൻ്റെ ഒരു ആന്തരിക അവസ്ഥ തുറന്നു തരും. അഹങ്കാരത്തെയും സ്വയസ്നേഹത്തെയും കടിഞ്ഞാണിടാൻ ആത്മാവിന് മാനഹാനിയേക്കാൾ ഉപയോഗപ്രദമായ മറ്റൊന്നില്ല. പ്രിയപ്പെട്ട സഹോദരനെ, തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാന വെച്ച് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥകളെ സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ആത്മാവിൻ്റെ മേൽ ഒഴുകാൻ വേണ്ടി ആരാധന വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സാധിക്കുമെങ്കിൽ ദിവസം ഒരു 3-4 കൊന്ത, ഒരു കുറച്ച് മാക്സിമം നന്നായിട്ട് ജപമാലകൾ ചൊല്ലി അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കണം. അമ്മ നമ്മുടെ ആത്മാവിന് സ്വർഗത്തിന് യോഗ്യമത് ഒരുക്കാനായിട്ട് ഒത്തിരി താല്പര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചെല്ലാവുന്നിടത്തോളം വിശ്വാസ പ്രമാണം ചെല്ലുക. അതുപോലെ കുമ്പസാരത്തിന് പോകാൻ സാധിക്കുന്ന അവസ്ഥയുള്ളവരുണ്ടെങ്കിൽ കുമ്പസാരം പോയി കൂടെ നന്നായിട്ട് ആത്മശോധന ചെയ്ത് നല്ല കുമ്പസാരം ചെയ്യുക. ഇടവക ദേവാലയങ്ങളിൽ പോയി കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള, ഓൺലൈനിലൂടെ, യൂട്യൂബിലൊക്കെയുള്ള കുർബാനയിൽ കൂടി ഭക്തിപൂർവ്വം പങ്കെടുത്ത് നമ്മുടെ ആത്മാവിന് ശരിക്കും സ്വർഗത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് എത്തിക്കണം. വേൾഡിൽ ലൗകികൻ എന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരാത്മാവ്, ഒരു വിശുദ്ധനാകാൻ വേണ്ടിയുള്ള ആന്തരിക തുറവിയുള്ളൊരാത്മാവായി നമ്മുടെ ആത്മാവിനെ ഈ ദിവസങ്ങളിൽ കർത്താവ് രൂപാന്തരപ്പെടുത്തണം.
അങ്ങനെ 33 ദിവസം കഴിയുമ്പം നമുക്ക് ലോക അരൂപിയെ കീഴ്പ്പെടുത്തി ഈശോയെ സ്നേഹിക്കുന്ന ഒരു ആത്മാവായി നമ്മുടെ ആത്മാവിനെ അവിടുത്തെ സന്നിധി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കാൻ, നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പിതാവേ എന്നുടെ താതൻ നീ ദൂതന്മാരാപ്പക പാട്ടിടുന്നു, നന്ദിയാൽ വണങ്ങും തിരുമുമ്പിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുമ്പിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. യേശുവേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. യേശുവേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. തുടർന്ന് വിശ്വാസ പ്രമാണം ഹൃദയത്തിൽ തട്ടി ചൊല്ലി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കഴുകാം. ഓരോ വിശ്വാസ സത്യങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ ആത്മവിശുദ്ധീകരണവും കർത്താവ് തരും, അനോയിൻറ്റിങ് കർത്താവ് തരും. എല്ലാവരും മുട്ടുമേ നിൽക്കുക, കൈകൾ വിരിച്ച് പിടിച്ച് ഉറക്ക വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ പ്രകാശിപ്പിക്കണമേ, നടക്കേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു തരണമേ. ഉറക്കെ സ്തുതിക്കുന്നു. സത്യരൂപിയാ നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. സത്യരൂപിയാ നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ.
സത്യരൂപിയാ നിത്യ ദൈവമേ കത്തിപ്പടരണമീവിലേ കത്തിപ്പടരണമീവിലേ സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ ജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വിധത്തിൽ ഭക്തിപൂർവ്വം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി പ്രാർത്ഥന നിങ്ങൾ ഓർക്കുക. അവിടെ നിന്ന് ചെല്ലാൻ സാധിക്കുന്നവർ ചെല്ലുക. ആത്മാവിൽ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സ്നേഹിച്ചും വിശ്വാസത്തോടെ നമുക്ക് പങ്കുചേരാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ തൃത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമായവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദപര ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിലേക്ക് ഒഴുക്കി സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
അങ്ങയുടെ കൂടെ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാതനകൾ സാധിച്ചു തരണമേ. ആമേൻ. തുടർന്ന് 2 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിച്ച്, പരിശുദ്ധാത്മാവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണം. ഞങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും ഭാവനയിലും ചിന്തയിലും വികാര വിചാരങ്ങളിലും ലോകത്തിന് സമരാകാൻ, ലോകത്തോട് അനുരൂപപ്പെടാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിക്കുന്ന എല്ലാ തരത്തിലും വേൾഡ്ലി സ്പിരിറ്റിനെയും അവിടുന്ന് ഇപ്പോൾ കഴുകിക്കളയണമേ. മനസ്സിന്റെ നവീകരണം, രൂപാന്തരപ്പെടാൻ, യേശുവിന്റെ സ്വന്തമാകാൻ തടസ്സം നിൽക്കുന്ന എല്ലാം ഞങ്ങളിന്ന് പറിച്ചു കളയണമേ. പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് അവിടുത്തെ സാന്നിധ്യത്തിന് ദാഹിച്ച് ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വലിയ ആഗ്രഹത്തോടെ എല്ലാവരും ദാഹിച്ച് പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇറങ്ങി വരണമേ. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ സ്വർണ്ണത്തെ പോലെ നീരെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ നീരെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. സുമങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിതങ്ങളിലേക്ക് അങ്ങനെ കൃപ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു.
ഹല്ലേലൂയ 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 ഹോറി 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 ക്ഷീണങ്ങൾ മാറട്ടെ, നിരാശ മാറട്ടെ, സങ്കടം മാറട്ടെ, ആത്മീയ പൗരുഷം നിറയട്ടെ, ആത്മീയ ബലം നിറയട്ടെ, ആത്മീയ ശക്തി നിറയട്ടെ. പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടി ദാഹം നൽകണമേ, പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടി ദാഹം നൽകണമേ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുടർന്ന് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഭക്തിപൂർവ്വം നമുക്ക് ജപിക്കാം. എല്ലാവരും മുട്ടുമേൽ നിൽക്കുക. ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന സ്ക്രീനിൽ സൈഡിൽ കുറച്ച് കാണാൻ പറ്റും. സാധിക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഭക്തിപൂർവ്വം ഇവിടെ ചൊല്ലുമ്പോൾ ആത്മാവിൽ ചേർന്ന് അത് ജപിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കൈകൾ കൂപ്പിപ്പിടിക്കാം. ഒരുമിച്ച് നമുക്ക് വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന ലോകാരൂപിയുടെ എല്ലാ തരത്തിലുള്ള ആധിപത്യങ്ങളും സ്വാധീനങ്ങളും അതിൻ്റെ എല്ലാ ഭരണവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവസാനിക്കണം. ലോകാരൂപി വിട്ടുമാറണം. സുവിശേഷത്തിൻ്റെ അരൂപി ഹൃദയത്തെ ഭരിക്കണം. ഹൃദയത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ അരൂപി കയറട്ടെ. പ്രത്യേകിച്ച് ലോക ബഹുമാനത്തെക്കുറിച്ചുള്ള ചിന്താ മണ്ഡലങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ അരൂപി പ്രവേശിക്കട്ടെ. കരങ്ങളെ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവിൻ്റെ ഈരടി ആലപിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കൂടെ ധ്യാനം കൂടുന്ന
ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി